വയനാട്ടിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ കരട് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 119 പേരാണ് കാണാമറയത്തുള്ളത്. ആദ്യം തയ്യാറാക്കിയ പട്ടികയിൽ 128 പേരാണ് ഉണ്ടായിരുന്നത്. DNA ഫലം കിട്ടിത്തുടങ്ങിയതിനു പിന്നാലെയാണ് കാണാതായവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞത്. ദുരന്തത്തിലകപ്പെട്ട് കാണാതായവർക്കായുള്ള തിരച്ചിൽ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും സൂചിപ്പാറ ചാലിയാർ പുഴയുടെ തീരങ്ങളിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന തിരച്ചിലിൽ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വനത്തിനുള്ളിലൂടെയുള്ള തെരച്ചിലിന് പ്രദേശം പരിചയമില്ലാത്ത സന്നദ്ധ പ്രവർത്തകരെ നിലവിൽ അനുവദിക്കുന്നില്ല. അതേസമയം ലഭ്യമായ DNA വിവരങ്ങൾ ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കാണാതായവരുടെ അടുത്ത ബന്ധുക്കളുടെ രക്തസാമ്പിളുകളുടെ വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന നടപടിയാണ് ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളത്. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. പൂർണ്ണമായി നഷ്ടപ്പെട്ട വാഹനങ്ങൾ, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ എന്നീ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള കുടുംബങ്ങളെ ചൊവ്വാഴ്ചയോടെ വാടക വീടുകളിലേക്ക് മാറ്റാനും നിലവിൽ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം തുടങ്ങാനുമാണ് സർക്കാർ ആലോചന. 10 സ്കൂളുകളാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. ഇതിനോടകം 100-ലധികം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ മാറിയതായാണ് സർക്കാർ കണക്ക്. 400-ലേറെ കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. വാടക വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 3 മാസത്തേക്കുള്ള ഭക്ഷ്യക്കിറ്റും വീട്ടുസാമഗ്രികൾ അടങ്ങിയ പ്രത്യേക കിറ്റും നൽകുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. അതിനിടെ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ വീണ്ടെടുക്കാൻ ബാങ്കിംഗ് അദാലത്തും സംഘടിപ്പിച്ചിരുന്നു. കൂടുതൽ DNA സാമ്പിളുകളുടെ ഫലവും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അമൃത ന്യൂസ്, വയനാട്.